വടക്കൻ കേരളത്തിൽ വോട്ടിംഗ് ദിനത്തിലും ഏറെ ചർച്ചയായത് ജമാഅത്തെ ഇസ്ലാമിയും SDPIയും തമ്മിലുള്ള ഇടതു-വലത് അവിശുദ്ധ സഖ്യം തന്നെയാണ്. ഈ കൂട്ടുകെട്ടിനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച് MN കാജശ്ശേരി ഉൾപ്പെടെയുള്ളവർ ഇന്നും രംഗത്ത് വന്നു. ഈ വോട്ടിംഗ് ദിനത്തിലും ഏറെ ചർച്ചയായത് ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധവും LDF SDPI ബന്ധവും തന്നെയായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ട് തെരഞ്ഞെടുപ്പിൽ UDFന് തിരിച്ചടിയാകുമെന്നാണ് സാഹിത്യകാരനും രാഷ്ട്രീയ നിരീക്ഷകനുമായ MN കാരശ്ശേരി പറഞ്ഞത്. വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത് അവരെന്ത് പറഞ്ഞാലും ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ആര് കൂട്ടുകൂടുന്നതിനും ഞാൻ എതിരാണ്. കാരണം അവർക്ക് ജനാധിപത്യത്തിൽ വാസ്തവത്തിൽ വിശ്വാസമില്ല. ഇത്തവണ UDF കാണിച്ച ഒരബദ്ധമാണ് വെൽഫെയർ പാർട്ടിയായിട്ടുള്ള ബന്ധം. അവർ പറയുന്നത് ഞങ്ങൾ സഖ്യം ഒന്നും ഇല്ല, നീക്കുപോക്ക് മാത്രമേ ഉള്ളൂ എന്നാണ്. അതിനർത്ഥം നിക്കാഹ് കഴിച്ചിട്ടില്ല, സംബന്ധമാണെന്നാണ്. കാര്യം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് അത് ഈ ഇലക്ഷനിലും തൊട്ടടുത്ത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തീർച്ചയായിട്ടും UDFന് അതിൻ്റെ തിരിച്ചടി കിട്ടാൻ പോവുകയാണ്. SDPI CPM ബന്ധത്തെക്കുറിച്ചായിരുന്നു BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ പ്രതികരണം. രണ്ട് മുന്നണികളും ഏറ്റവും നീചമായിട്ടുള്ള വർഗീയ ശക്തികളെ, ജമാഅത്തെ ഇസ്ലാമി, നിരോധിത ഭീകരവാദ സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട്, ഈ രണ്ട് മുന്നണികളും അവരെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. കോൺഗ്രസിൻ്റെ മുന്നണി പരസ്യമായി ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെയാണ്. LDF മുന്നണി രാജ്യം നിരോധിച്ച മതഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായി ചേർന്നാണ് തെരഞ്ഞെടുപ്പിൽ പലയിടത്തും മത്സരിക്കുന്നത്. ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ജനവികാരം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. ഈ തെരഞ്ഞെടുപ്പിലും CPMന്റെയും UDFന്റെയും ജീവൻ രക്ഷാ മരുന്ന് ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ആണെന്നാണ് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശും പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും സംഘടിത വോട്ട് ബാങ്കിന് പിൻപിറകിൽ വീണ്ടും UDFും LDFും അഭയം പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അവസാന ലാപ്പിൽ മനസ്സിലാക്കുന്നത്. പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഇത് ഏറ്റെടുത്തതോടുകൂടി UDFന്റെയും LDFന്റെയും ജീവൻ രക്ഷാ മരുന്ന് പഴയതുപോലെ ഈ പ്രാവശ്യവും ജമാഅത്തെ ഇസ്ലാമിയും SDPIയുമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്. ഇടതു വലതു മുന്നണികളുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജമാഅത്ത് ഇസ്ലാമി SDPI ബന്ധത്തെക്കുറിച്ച് തന്നെയാണ് പോളിംഗ് ദിനത്തിലെയും പ്രധാന ചർച്ചാ വിഷയമായത്. ജനം, കോഴിക്കോട്.